നമസ്കാരം. കേരളത്തിന്റെ ഒന്നാമത്തെ ഓണമാണ്. ഒന്നാമത്തെ ഓണം എപ്പോഴും ഒന്നാം തരം എന്നല്ലേ? ഈ ഓണം നിങ്ങൾക്ക് കുറെ രുചിക്കൂട്ടുകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം, സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗ. പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം, സ്പെഷ്യൽ പാർട്ട്നേഴ്സ് റിപ്പിൾ ടീ, പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗ, വിജയലക്ഷ്മി ഹോം അപ്ലയൻസസ്. ഈ ഉത്രാട ദിനത്തിൽ നിങ്ങൾക്ക് നല്ല മധുരിക്കുന്ന ഒരു സമ്മാനം തരാനായിട്ട് നമ്മുടെ സുന്ദരി നാടൻ ഭംഗിയൊക്കെ ഉള്ള ഒരു അടിപൊളി നായികയുണ്ട്. നമ്മുടെ സിനിമയിലുണ്ട്, സീരിയലുണ്ട്, ചേച്ചി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം വരദ ജിഷിൻ. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വരദ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം എല്ലാവരുടെയും പോലെ ഇപ്പോൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്രാടായില്ലേ? ഉത്രാട പാച്ചിലാണ് ഇപ്പോ. ഇതിനിടയിൽ സമയം കണ്ടെത്തി ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ ZTV-യിലെ. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മധുരം എന്തായാലും സമ്മാനിക്കണം അല്ലേ? അതെ, അതിനുള്ളൊരു ശ്രമമാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ആ ഒരു മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ എന്തായി? ഓണം തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചുള്ളതുകൊണ്ട്, എൻ്റെ മോനുള്ളത് കൊണ്ട് അവന് വേണ്ടിയിട്ടാണ് എല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. മോൻ്റെ ആദ്യത്തെ ഓണമാണോ? അല്ലല്ല, അവനിപ്പോൾ 2.5 വയസ്സായി. ആദ്യത്തെ ഓണമല്ല, എന്നാലും നമുക്കിപ്പം കുട്ടികൾ ഒരു ലെവലാവണ വരെ നമുക്ക് എല്ലാ ഓണവും ആദ്യത്തെ ഓണം പോലെ തന്നെ. ഫ്ലാറ്റിലാണല്ലേ ചേച്ചി താമസിക്കുന്നത്? അപ്പൊ ഫ്ലാറ്റിലായതുകൊണ്ട് പണ്ടത്തെ ഒരു ഓണത്തിന്റെ ഇതൊന്നും കാണില്ലല്ലോ? ഇല്ല, അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഓണത്തിനായാലും വിഷുവിനായാലും ജിഷൻ ചേട്ടന്റെ വീട്ടിൽ പോകും. അതുകൊണ്ട് ഫ്ലാറ്റിലുള്ള ഓണമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ വീട്ടിലാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചേച്ചി കുക്ക് ചെയ്യോ വീട്ടില്? കുക്കിംഗ് ഇപ്പം സാധാരണ എല്ലാ പെൺകുട്ടികളും പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര പാഷനാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ അത്രയ്ക്കും വലിയ കുക്കൊന്നുമല്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറ്. എനിക്കറിയാം, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഞാൻ ചേച്ചിയോട് ഇതിന് മുന്നേ കുക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യേ എനിക്ക് കുക്കിംഗ് ഇഷ്ടമേ അല്ലെന്ന്. ഞാൻ സത്യമായിട്ടും ഒരു പെൺകുട്ടിയുടെ വായിന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എനിക്ക് കുക്കിംഗ്. എല്ലാവർക്കും ഒരുപോലെ എന്താ പറയുക, കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ക്ലീഷേ ആയി പോയില്ലേ? ഉള്ളത് പോലെ പറയാം. നമ്മൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തകർന്നില്ലേ? ഇപ്പൊ ഓണമായിട്ട് വീട്ടിലെന്താ പരിപാടി? വീട്ടില് ഇപ്പം പ്ലാനിങ്. ഊഞ്ഞാലൊക്കെ ഇട്ടോ? ഊഞ്ഞാലിട്ടിട്ടില്ല. ഈ ഫ്ലാറ്റിൽ അതിനുള്ള സമ്പ്രദായം ഇല്ല. പിന്നെ വീട്ടില് അവിടെ കണ്ണൂരാണെങ്കിലും ശരി, അവിടെ ഊഞ്ഞാലിനുള്ളൊരു സെറ്റപ്പ് ഒന്നുമില്ല. നമ്മൾ തൽക്കാലം പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ ഉണ്ട്, പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ആഘോഷിക്കും. ഡ്രസ്സൊക്കെ എടുത്തോ? അതെടുക്കുമല്ലോ അല്ലേ? അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇപ്പൊ വിശേഷം? വർക്ക് അല്ലാതെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഒരു മൂവി റിലീസ് ആവുകയാണ് ഞാൻ ചെയ്തത്. പേര്? എന്നോട് പറ ഐ ലവ് യു. നീ എന്നോട് ഐ ലവ് യു പറയരുത് കേൾക്കാനുള്ള. താങ്ക് യു, ഐ ലവ് യു ടു. ആക്ച്വലി അത് 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തിരുന്ന ഒരു ഫിലിമാണ് അത്. പക്ഷെ റിലീസിങ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമാണ്. അവര് ഒരുപാട് കാലം കൊണ്ട് ചെയ്ത് ഇപ്പൊ റിലീസിന്, അതായത് അറിയാലോ, ഒരു പുതിയൊരു പ്രോജക്റ്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, അത് പ്രൊഡ്യൂസിങ് സൈഡ്, എല്ലാം കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ തരണം ചെയ്ത് ഇപ്പം റിലീസ് ആവുകയാണ്. അഷ്കർ സൗദാനാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഒരു മൂവിയാണ്, കുട്ടികളെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. അതാണ് ഇപ്പം ഈ മാസം റിലീസാവാനുള്ളത്. പിന്നെ അൽ മല്ലു എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഷൂട്ട് ഇപ്പം ഏകദേശം കഴിഞ്ഞു. അത് ബോബൻ സാമുവൽ ഡയറക്റ്റ് ചെയ്ത്. ഒരു ന്യൂ ഫേസ് ആണ് ഹീറോ. നായികയായിട്ട് നമ്മുടെ നമിത പ്രമോദ്, മിയ നല്ലൊരു ക്യാരക്ടറുണ്ട്, സിദ്ദിഖിക്ക, അങ്ങനെ ഒരു കൂട്ടം വലിയ താരനിരയുള്ള. മിഥുൻ ചേട്ടനാണ്, മിഥുൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പെയർ ചെയ്യുന്നത്. പിന്നെ ഒരു വെബ് സീരീസ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. പേരെന്താണ് പറഞ്ഞു കൊടുക്കുക നമ്മുടെ പ്രേക്ഷകർ? ലിവിങ് ടുഗദർ എന്നാണ് നമ്മളുടെ സീരീസിന്റെ പേര്. സീസൺ ഒരു 9 എപ്പിസോഡ് കഴിഞ്ഞു. ഇപ്പൊ സെക്കൻഡ് സീസൺ ഇപ്പം തുടങ്ങാനുള്ള എൻ്റെ പ്ലാനിങ്ങിലാണ്. ഞാൻ കണ്ടിരുന്നു സെക്കൻഡ് സീസൺ വരുന്നു എന്ന് ചേച്ചിയുടെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിരുന്നു. അപ്പം ഇപ്പൊ പായസം അല്ലേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? അതെ. വീട്ടിൽ ആർക്കെങ്കിലും ജിഷിൻ ചേട്ടനും പായസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടാക്കി കൊടുത്തു ഇന്നലെ. എൻ്റെ പായസം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുക്കിംഗ് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ. ബേസിക്കലി എനിക്ക് മധുരപ്രിയ അല്ല. ഞാൻ മധുരം വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ തന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ എൻ്റെ മമ്മി ഉണ്ടാക്കി തരുന്ന പായസം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളാണ് കഴിച്ചിരിക്കുന്നത്. അപ്പം ആഘോഷങ്ങളില്ലാണ്ട് ഇപ്പം നമുക്കിങ്ങനെ പായസം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ഇന്ന് എന്ത് പായസം ഉണ്ടാക്കുന്നത്? അപ്പം പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്, അതായത് ആർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു എന്താ പറയുക, വീട്ടിലുള്ള ഇപ്പം എന്നെ പോലെയുള്ളവർക്ക് എളുപ്പമുള്ളൊരു സംഭവമാണ് അവൽ പായസമാണ്. അവൽ പായസം ഇന്നലെ ജിഷിൻ ചേട്ടൻ ഈ അവൽ പായസമാണോ ഉണ്ടാക്കി കൊടുത്തത്? അതെ.
തോന്നിയായിരുന്നു, പരീക്ഷിക്കണമല്ലോ. അതെ, അല്ലെങ്കിൽ അൻഷിത ബുദ്ധിമുട്ടില്ലേ? അതെ, സത്യമാണ്. ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ ചേച്ചി? ഭയങ്കര സ്നേഹമാണ് കുട്ടിയെ. അല്ല, എല്ലാം പോട്ടെ, നമ്മുടെ ജിഷിൻ ചേട്ടൻ എന്തോ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടേക്ക് വരുമ്പോ തന്നെ പുള്ളിക്കാണ് ടെൻഷൻ. കാരണം ഞാൻ പൊതുവെ കുക്കറി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതെ, മാക്സിമം ഞാൻ ചെയ്യില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകും. നിങ്ങൾ എന്നെ ഇടയ്ക്കൊരു കുക്കിംഗ് പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ, ബിരിയാണി എന്തോ ഉണ്ടാക്കി. അത് ജിഷിൻ ചേട്ടനാണല്ലോ ഉണ്ടാക്കിയത്. എനിക്ക് ഒരുപാട് ഐറ്റംസ് ഉള്ള സംഭവം ആണെങ്കിൽ അതിൽ പകുതി മറക്കും. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ടുപോയി. ജിഷിൻ ചേട്ടൻ കുക്ക് ചെയ്ത് തരാറുണ്ടോ? പുള്ളിക്ക് കുക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പം അത്യാവശ്യം കുക്ക് ചെയ്യും. പിന്നെ വീട്ടില് ഒരു ചേച്ചിയുണ്ട്. അപ്പം ചേച്ചിയാണ് കുക്കിംഗ് ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളയുടെ വാതിലിൽ പോവും, കഴിക്കും, പാത്രം കഴുകി വരും അല്ലേ? അതിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ചേച്ചി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇന്ന് നമുക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് പായസമാണ് സമ്മാനിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൽ പായസമാണ് ഉണ്ടാക്കുക. അവൽ പായസം. അതെ. അപ്പം ഇതിന് എന്തൊക്കെ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്. അത്രേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഒരുപാട് ഇട്ട് നമ്മൾ കുളമാക്കണ്ടല്ലോ. ഉള്ളത് വെച്ച് മിനിമം ആയിട്ട്. അപ്പൊ ഇതെങ്ങനെയാ റെഡിയാക്കാനേ? ഇപ്പൊ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അവൽ വേണം, പാല് വേണം. ഇപ്പം അവലൊരു ബൗളാണെങ്കിൽ 1 ലിറ്റർ പാല് വേണം. പിന്നെ എല്ലാ പായസത്തിലെയും പോലെ കശുവണ്ടി, ഉണക്കമുന്തിരി, ഏലക്ക, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മധുരത്തിനനുസരിച്ച്, നമ്മളെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. വെറുതെ ചെയ്യും. നമുക്ക് എപ്പോഴും വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പം ട്രാവൽ ചെയ്യേണ്ടി വരും, ഷൂട്ടിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടിയൊക്കെ വരില്ലേ? അപ്പം വീട്ടിലെ ഓണമാണോ ഏറ്റവും നല്ലത്? അതായത് കണ്ണൂരിലെ ഓണമാണോ അതോ എറണാകുളത്തെ ഓണമാണോ ഏറ്റവും നല്ലത്? അത് ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ കണ്ണൂര് എറണാകുളം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിനു മുമ്പ് തൃശ്ശൂര് എൻ്റെ നാട്ടിലെ ഓണം അത് വേറെ ടൈപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം കല്യാണം കഴിഞ്ഞ് കണ്ണൂരത്തെ ഓണമാണ് ഇപ്പം ഓണത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മളുടെ അവിടെ കുറച്ചുകൂടെ ലൈറ്റ് ഓഫ് വേർഷനാണ്. അവിടെ കുറച്ചും കൂടെ എന്താ പറയുക, ഇലയിലുള്ള പലതരം കറികൾ നമ്മുടെ വീട്ടിലില്ല എന്നല്ല, എന്നാലും കുറച്ചും കൂടെ എക്സ്ട്രാ സംഭവങ്ങൾ കണ്ണൂരാണുള്ളത്. പിന്നെ പൂക്കളം 2 വീട്ടിലാണെങ്കിലും, തൃശ്ശൂരത്തെ വീട്ടിലാണെങ്കിലും കണ്ണൂരത്തെ വീട്ടിലാണെങ്കിലും അതെന്റെ ജോലിയാണ്. ഇപ്പോഴും ഇടാറുണ്ടോ? അത് എനിക്ക് നിർബന്ധം. 10 ദിവസമാണോ? 10 ദിവസം ഒന്നും ഇടൊന്നുമില്ല. മിനിമം ഉത്രാടം, തിരുവോണം എന്തായാലും ഇടും. ഒന്നും പറ്റിയില്ലെങ്കിൽ തിരുവോണമെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഇടാൻ നോക്കാറുണ്ട്. വേറെ ആരും കൈ കടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. വലിയ സംഭവമൊന്നുമല്ല. എന്നാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫാമിലിയിലായാലും പെൺപിള്ളേര് കുറവാണ്. എൻ്റെ ഫാമിലിയിൽ ഞാനൊരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പം അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉത്തരവാദിത്തം. അതിപ്പം തറവാട്ടിലായാലും ഞാനൊരു പെങ്കൊച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിൽ വരും. ബാക്കി എല്ലാവരും ഭയങ്കര പ്ലാനിങ്, ഡിസൈൻ വരെ പക്കയായിരിക്കും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പം ഉണ്ടാവില്ല. അപ്പൊ ഈ വീട്ടിൽ ഓണത്തിന് ആരാ കുക്ക് ചെയ്യാറ്? എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി തന്നെയായിരിക്കും. അവിടെ ആണെങ്കിൽ അമ്മ. പിന്നെ അവിടെ അച്ഛൻ്റെ വക പായസം ഉണ്ടാക്കലുണ്ട്. അത് നമ്മളുടെ അവിടെ ഇല്ല, അവരുടെ അവിടെ അതുണ്ട്. ലൈക്ക് അച്ഛൻ പായസം ഉണ്ടാക്കും. പ്രഥമൻ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി തരും? പായസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സദ്യയുടെ ഐറ്റംസ് ഒക്കെ? ഓണത്തിന് അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. നോർമലി കുക്ക് ചെയ്യും. പക്ഷെ ഓണ സ്പെഷ്യലൊക്കെ അമ്മയുടെ വക തന്നെയായിരിക്കും. കണ്ണൂരാണെങ്കിൽ അമ്മ ആരെ കൊണ്ടും തൊടിയിക്കില്ല. അതാണ് സംഭവം. അപ്പം നമ്മളെ അടുത്ത് നിന്നാലും നമ്മൾ നിന്ന് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോഴത്തേനും അമ്മ എല്ലാം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നിന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. മോൻ എങ്ങനെയാ, കഴിക്കുന്ന കൂട്ടത്തിലാണോ? അതെ, എന്നെ പോലെയാ. ഞാൻ ഭയങ്കര ഭക്ഷണപ്രിയയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഗതി കെടുമ്പോ വല്ല ഡയറ്റ് ചെയ്യുന്നല്ലാതെ എനിക്ക് ഭയങ്കര ഡയറ്റാണ്. ഞങ്ങൾ ഒരുമിച്ചൊക്കെ വർക്കിന് വരുന്ന ടൈമില് ചേച്ചിയോട് ചേച്ചി വല്ലതും കഴിക്കുന്നു, നീ ആ ചായ എടുക്കുമ്പോൾ ഒരു സിപ്പ് എനിക്ക് തന്നാൽ മതി. അതായത് കട്ടന്റെ ഒരു സിപ്പൊക്കെ കുടിച്ചിട്ട് നടക്കുന്ന ആളാണ്. ഫുഡ് കഴിക്കൂന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. പിന്നെ ഇവർക്ക് കൊതി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സിപ്പ് എടുക്കുന്നതാണ്. അപ്പം ഫുഡിന്റെ കാര്യത്തിൽ ഇതാണ്. അപ്പം അതുപോലെ തന്നെയാണ് മോനും. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടന്നാലോ? കടക്കാം. ഇനിയിപ്പോ പാചകം അടിച്ച് പ്രേക്ഷകർ ഒരുപാട് അല്ലേ, അതും ഇന്ന് ഷോ തുടങ്ങിയേക്കാണ്. ഏറ്റവും ആദ്യം അവർക്ക് ഒരു മധുരം കൊടുക്കാം എന്നാ പറഞ്ഞേ. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റ് ആക്കണ്ടേ? ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഉണ്ടാക്കണ്ടേ? അതെ. അപ്പൊ നമുക്ക് ചെറിയ ബ്രേക്കിലേക്ക് പോവാം. പൊന്നോണ രുചികൾ കോ-പവർഡ് ബൈ വിംമാൻ, സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗവിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പൊന്നോണ രുചികൾ. വെറുതെ എന്തോ നമ്മുടെ പ്രേക്ഷകർ ഇപ്പം പായസം ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അവർക്ക് അറിയണം എന്തൊക്കെയാണ് ഇടുന്നതെന്ന്. അപ്പൊ നമുക്ക് തുടങ്ങാലോ. ആദ്യം എന്താ ചെയ്യാൻ പോന്നേ? ആദ്യം നമ്മള് നെയ്യില് എന്തൊക്കെയാണ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കും. വെറുതെ എന്തോ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ഗ്യാസ് സ്റ്റൗവിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? പറയൂ.
വേൾഡിലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ആണ്. അതും നമ്മുടെ പ്രസ്റ്റീജിന്റെ. അതാണ് കാണുമ്പോ തന്നെ ഒരു സുഖം. ഭംഗിയൊക്കെ ഉണ്ടല്ലേ? നമുക്ക് കളറൊക്കെ നോക്കി എന്ത് ഭംഗിയാ. അട്രാക്ഷൻ. ഇപ്പം കുക്കിംഗ് വലിയ താല്പര്യമില്ലാത്ത ഒരാളും കൂടെ ആകുമ്പോൾ ഈ കളറ് ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര. അപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ചു. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതെ, ഇനി നന്നായി വെച്ചിട്ട് കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ആദ്യം എന്താ വേണ്ടേ? ആദ്യം അണ്ടിപ്പരിപ്പ്. കുക്ക് ചെയ്യോ അൻഷിത? അത്യാവശ്യമൊക്കെ അറിയാം. ആർക്ക് അത്യാവശ്യം? അല്ല, അത്യാവശ്യം ആയി എനിക്കറിയാമോ കുക്കിംഗ്. അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണോ? പിന്നെ അപ്പൊ പിന്നെ കുറച്ചും കൂടെ ഇട്ടേക്ക്. നല്ല നല്ല ചേച്ചി. ഇത് നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ വരണം. എനിക്ക് ഒരുപാട് ബ്രൗൺ ആവേണ്ടത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങ ഇടണം അല്ലേ? മുന്തിരിങ്ങ ഇട്ട് ഉടനെ റെഡിയായി. അതെ, ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അല്ലേ? ഇനിയുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. എന്ത് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്? അവൽ. ഇപ്പം ഞാൻ 2 സ്പൂണാണ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലിതാക്കി ബാക്കിയുള്ളതിലേക്ക് നമ്മൾ അവലിടുകയാണ്. അവൽ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കണ്ടിട്ടുണ്ട് എല്ലാവരും വെറുതെ അതാണ്. വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ അവൽ നനച്ച് കഴിക്കാം. അവല് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരുപാടല്ല, എന്നാലും ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടേ. നമ്മുടെ അവല് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ആയി വരുന്നുണ്ട്. ഇപ്പം ക്രിസ്പി ആയി. ഇങ്ങനെ അവല് ഒടിയുന്ന ഒരു പരുവമാണ്. അതെ അതെ. അത്യാവശ്യം കുക്കായിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട്. ഇത് പിന്നെ നെയ്യ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നെയ്യ് ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയാണ്. നെയ്യ് ഇഷ്ടമുള്ളവർ, നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അവലങ്ങനെ റെഡിയായോ? റെഡിയായി. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം. അപ്പോൾ ഇത് കത്തിച്ചിട്ടുണ്ട്. ഇനി പാല്. അപ്പം നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർക്കും. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഇത്രയും ഇടുമ്പം ചിലപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം ഇനി വരില്ല. അപ്പം നമുക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പഞ്ചസാര അന്നേരം ചേർക്കാം. ഇപ്പോഴത്തെ ഓണം പണ്ടത്തെ ഓണം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ എല്ലാം വീട്ടിൽ തന്നെ റെഡിയാക്കി, അല്ലെങ്കിൽ ഒരു ഓണം എന്ന് പറയുമ്പോഴേ 1 മാസം മുന്നേ എല്ലാം തയ്യാറാക്കി റെഡിയാക്കി ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ അത്തപ്പൂക്കളാണ്, അപ്പോൾ പൂ അങ്ങനത്തെ പൂക്കളം ഇങ്ങനെ ഇടണം, ഡിസൈനൊക്കെ അവർ മുന്നേ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തു നിന്നും തന്നെ പൂക്കളൊക്കെ പറിച്ച് അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ ഓണം എന്ന് വെച്ചാൽ ഭയങ്കര റെഡിമെയ്ഡ് ഓണമാണ്. അതായത് അത്തപ്പൂക്കളം വരെ ഇപ്പൊ കൊണ്ടുവന്ന് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. ആ ഓണത്തിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? അല്ല, ഇതിലിപ്പോൾ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് ഫോർവേഡ് ആയിട്ടില്ല. ഈ പൂക്കളം എന്നുള്ളൊരു സംഭവം വിട്ട് കഴിഞ്ഞാൽ ബാക്കി പറയുന്ന പോലെ ഇല അല്ലെങ്കിൽ നമ്മൾ സദ്യ ഉണ്ടാക്കലോ ഒന്നും ഞങ്ങൾ ഇതുവരെയും ഓണം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ. അതുകൊണ്ട് റെഡിമെയ്ഡ് ആ ഫുഡിൻ്റെ കാര്യത്തിലില്ല. പിന്നെ പറയുന്നത് ഈ പൂക്കളത്തിൻ്റെ കാര്യത്തിൽ ശരിയാണ്, കറക്റ്റ് റെഡിമെയ്ഡാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഓരോ വീട്ടിൽ നിന്നൊക്കെ പോയിട്ടൊക്കെ പറിച്ചിട്ട് വീട്ടിലിടാനൊക്കെ. സ്കൂളിലത്തെ പിന്നെയും വാങ്ങിക്കലായിരുന്നു കൂടുതലും. പക്ഷെ പൂക്കളുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരും പൈസ ഒന്നും തരാൻ പോകുന്നില്ല. എത്ര സമയം എടുക്കും നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ചു വരണം അല്ലേ? സാധാരണ 1 ലിറ്റർ പാല് തിളയ്ക്കുന്ന ഒരു സമയം മതി. എന്തായാലും ഇച്ചിരി സമയം എടുക്കും. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? ഉറപ്പായിട്ടും. പൊന്നോണ രുചികൾ കോ-പവർഡ് ബൈ വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗവിൽ ഇനിയൊരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പൊന്നോണ രുചികൾ. എന്തായി? കറക്റ്റ് ടൈമിംഗ് ആണ്. അതേ പാല് തിളച്ചു.
ഇനി നമ്മൾ ഈ തിളച്ച പാലിലേക്ക് നമ്മുടെ അവലിട്ട് കൊടുക്കണം. അതെ, ഞാൻ ഇച്ചിരി സിമ്മിലാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അല്ലെങ്കിൽ പാല് തിളച്ചു പോകും. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് വെന്ത് ഒരു പാകമായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഏലക്കപ്പൊടി, ഇച്ചിരി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കണം. അതോടുകൂടെ ഏകദേശം പ്രോസസ്സ് കഴിഞ്ഞു. ആണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചതിടാം. 1/2 സ്പൂണാണ് പറയുക. പ്രസ്റ്റീജിൻ്റെ നല്ല മിക്സി ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മതി. ഇവിടുന്ന് കുറെ സാധനങ്ങൾ ഞാൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റവ് ഇന്നിനിപ്പോ സമയമില്ല, എന്തായാലും ഓണത്തിന്റെ ഓഫറുകൾ നടക്കണ്ടല്ലോ. ഇവിടുന്ന് തട്ടിക്കൊണ്ടുവരാനുള്ള പ്ലാനാണോ? അത് മോശമല്ലേ? ഇനി ഇവിടെ ആൾക്കാർക്ക് വന്ന് പാചകമൊക്കെ ചെയ്യണ്ട. കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇത് തന്നെ മേടിക്കണമെന്നാണോ? അത് ഇതിൽ വേറെ നല്ല കളേഴ്സ് കുറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് കേട്ടു. ഉണ്ട്. പ്രസ്റ്റീജ് ആയതുകൊണ്ട് ഇച്ചിരി ഓഫറുകളൂടെ ഒക്കെ തന്നതുകൊണ്ട് നല്ല വിശ്വസിച്ച് മേടിക്കാനും പറ്റും. അതെ അതെ അതെ. എന്തായി എവിടെ അവസ്ഥ? ഏകദേശം കുറുകിക്കൊണ്ടിരിപ്പുണ്ട്. ഇത് കുറുകണോ നന്നായിട്ട്? നന്നായിട്ട് കുറുകണ്ട. ഇപ്പം ഓരോരുത്തർക്ക് പായസം ഓരോ ക്വാണ്ടിറ്റി. ചിലർക്ക് ഭയങ്കര എന്താ പറയാ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന പോലെ ഗ്ലാസ്സിൽ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇലയില് പപ്പടം കൂട്ടി കഴിക്കുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ ഇത് നമുക്ക് ഇനിയിപ്പോ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുവാണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പായസം ഉണ്ടാക്കണേല് വളരെ ഈസി ഉള്ളൊരു അവൽ പായസം പെട്ടെന്ന് തന്നെ റെഡി ആയല്ലോ. ഇതെന്തായി? നല്ല ഒരു കുറുക്കി. ഞാൻ ഇച്ചിരി മധുരം പാലൊക്കെ നന്നായിട്ട് വറ്റി അല്ലേ? മധുരം എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഓക്കെയാണ്, കാരണം എനിക്ക് മധുരം അത്ര ഇഷ്ടമുള്ള ആളല്ല. അപ്പൊ ഇച്ചിരി വേണമെങ്കിൽ ഒന്ന് കുറുകാൻ വെച്ചേക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ മുകളിൽ ഇടണോ അതോ മിക്സ് ചെയ്യണോ? എല്ലാം അൻഷിത പറയണ പോലെ അല്ല, കുറച്ച് ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ അതല്ലേ, അതാണല്ലോ അതിന്റെ ഒരു രീതി, ബ്യൂട്ടി. അതെ അതെ. അപ്പം അൻഷിത പറഞ്ഞ പോലെ കുറച്ച് നമ്മള് നട്ട്സ്. അണ്ടിപ്പരിപ്പ് വീണിട്ടില്ലായിരുന്നു, ഞാൻ കണ്ടു. എന്റെ പൊന്നെ, അതെ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചേ ഉള്ളൂ ഗാർണിഷ് ചെയ്യാൻ. നല്ല ഇച്ചിരി മുകളിലൊന്ന് വെക്കാലോ. ഇച്ചിരി ഇങ്ങനെ ആക്ച്വലി ഇത് പായസം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാനിത് ഓഫ് ചെയ്യട്ടെ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആ നെയ്യുടെ ഒരു മേളിലൊരു നിറമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവൽ പായസം കഴിച്ചു നോക്കട്ടെ? കഴിച്ചു നോക്കൂ. ചൂടുണ്ട്. അടിപൊളി ആണോ? കാര്യമായിട്ടും അടിപൊളി. കാരണം ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഷോയിൽ എന്ത് വേണോ പറഞ്ഞോ, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് യഥാർത്ഥ അഭിപ്രായം പറയണമെന്ന്. സീരിയസ് ആയിട്ടും അടിപൊളി, കിടിലൻ ടേസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു. അത്യാവശ്യം മധുരം ഉണ്ട്, എന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റിയ മധുരം. എനിക്ക് മധുരം അത്ര ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ ഉണ്ടല്ലോ, ഈ അവൽ ഇത്ര കിടുക്ക് സാധനമായിരുന്നോ? അത് ഞാനും അയ്യോ, കാര്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ അവിലും പാലും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. നന്നായിട്ടുണ്ട്, കാര്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു.
അപ്പം ഈ പായസം നമ്മുടെ പ്രേക്ഷകർ വീട്ടിൽ തയ്യാറാക്കണ്ടേ? ഉറപ്പായിട്ടും തയ്യാറാക്കണം. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ വരദ ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു രുചിക്കൂട്ടാണ് പറഞ്ഞു തന്നത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും വരട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. നാളെ തിരുവോണമാണ്. അപ്പോൾ തിരുവോണാശംസകൾ കൂടെ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞാലോ? തിരുവോണാശംസകൾ പറയണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നിപ്പോൾ എൻ്റെ വക പായസമൊക്കെ കഴിച്ചു, ഉണ്ടാക്കി ഒക്കെ ചെയ്തു. ഇനി നാളെ പുതിയ അതിഥിയായിട്ട് നമ്മുടെ അനുഷ്ഠിത വരും. തീർച്ചയായും എല്ലാവരും കാണണം അല്ലേ? പുതിയ അതിഥിയായിട്ട് വരും. പുതിയ നല്ലൊരു രുചിക്കൂട്ടുമായിട്ടായിരിക്കും എത്തുന്നത്. അതും ഇതുപോലെ തന്നെ നല്ല മധുരം നിറഞ്ഞൊരു രുചിക്കൂട്ടായിട്ട്. ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ അനുഷിതേ, എന്തോ ഞാൻ ഇവിടെ വന്ന് പായസം ഉണ്ടാക്കി. പാചകത്തിനേക്കാളും കൂടുതൽ വാചകം അടിച്ചു. അതെ, പിന്നെ ഉത്രാട ദിനാശംസയും തിരുവോണാശംസയും ഒക്കെ കൊടുത്തു. ഇനിയിപ്പൊ ഞാൻ പതുക്കെ പോവാണ്. കുട്ടിക്ക് ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. അതെ, പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുക. ഒന്നുമല്ല, ഈ പായസത്തിന്റെ പാത്രം ഉണ്ടല്ലോ, ഇതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പായസത്തിന്റെ പാത്രം കഴുകണമെങ്കിൽ പാടറിയോ? കുട്ടിക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾ ചില്ലറ കക്ഷികളൊന്നുമല്ല. എന്റെ കയ്യിലുള്ളത് വിംബാറാണ്. അതുകൊണ്ട് ഞങ്ങള് ചേച്ചി പോയി ഡ്രസ്സ് മാറുന്ന ടൈമിൽ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്യും. പടേന്ന് കഴിയും. സത്യം, അത് ഞാൻ സമ്മതിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും കൂടെ ഞാൻ നേരുകയാണ്. അപ്പോൾ പോട്ടെ, ശരി, ബൈ ബൈ. മധുരം നിറഞ്ഞ ഒരു രുചിക്കൂട്ടാണ് നിങ്ങൾക്ക് വരദേച്ചി സമ്മാനിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാപ്പി മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി പോയത്. അപ്പോൾ എങ്ങനെയാ, നാളെ നമ്മൾ വീണ്ടും കാണും ഓണ എപ്പിസോഡിലും, അതും തിരുവോണ എപ്പിസോഡിൽ. പൊന്നോണ രുചികൾ co-powered by വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് വീണ്ടും നാളെ കാണാം.